പൊന്നോണി ആയോഗ് നമ്പർ 8658 കൂപ്പൺ നമ്പർ ഗ്രീൻ ബേക്കറിയിൽ നിന്ന് സാധനം വാങ്ങി തങ്കമണിക്കാണ് 2ാം സമ്മാനം. തെർമൽ കുക്കർ സമ്മാനമായി നൽകുന്നത് പോക്കറ്റ് റെഡിമെയ്ഡ്സ് ആയോഗ്. പോക്കറ്റ് റെഡിമെയ്ഡ്സ് ഒരു തെർമൽ കുക്കറാണ് 2ാം സമ്മാനം. 3ാം സമ്മാനം മഞ്ജു ലിറ്റിൽ ഫാദർ നൽകുന്ന ഒരു സീലിംഗ് ഫാനാണ് സമ്മാനം. മഞ്ജുവിനാണ് സമ്മാനം. മഞ്ജു ഇവിടെ എത്തിച്ചേർന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ സമ്മാനങ്ങൾ ലഭിച്ച വിശിഷ്ട വ്യക്തികൾ എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക. പ്രിയമുള്ളവരെ, 2024 നവംബർ 11-ാം തീയതി ആയോഗ് വ്യാപാരി വ്യവസായ ഏകോപനത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള വ്യാപാരോത്സവം നറുക്കെടുപ്പിന്റെ 13ാമത്തെ ആഴ്ചയിൽ നറുക്കെടുപ്പാണ് ഇന്ന് ഇവിടെ ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ 12ാമത്തെ നറുക്കെടുപ്പിലെ സമ്മാനദാനവും ഇവിടെ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വീക്കിലി നറുക്കെടുപ്പിൽ പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ 3 മതപണ്ഡിതന്മാരാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഒരാൾ എത്തിച്ചേരാനുണ്ട്, 2 പേർ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ പേരനായ ബിജു അബ്രഹാമച്ചൻ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് നിറായിക്കോട്, നമ്മുടെ ആയൂർ മസ്ജിദിലെ ബഷീർ മൗലവി, അതുപോലെ തന്നെ ചിന്മയാസനത്തിലെ ബ്രഹ്മാനന്ദ സ്വാമി അവരുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ വ്യാപാരി സുഹൃത്തുക്കൾ എത്രയും പെട്ടെന്ന് എത്തിച്ചേർന്ന് നമ്മുടെ അവസാന തെരഞ്ഞെടുപ്പാണ്. നമ്മൾ കഴിഞ്ഞ കുറെ ആഴ്ചകളായി നമ്മളെല്ലാ ശനിയാഴ്ചയും ഇവിടെ സംഗമിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിന്റെ ഒരു സമാപനം എന്നതിലേക്കാണ് ഇന്നത്തെ യോഗം ഇവിടെ ആരംഭിക്കുന്നത്. സമാപന യോഗത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തികളെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വിശിഷ്ട വ്യക്തികളോടൊപ്പം നമ്മുടെ മുതിർന്ന 3 വ്യാപാരികളും ഇവിടെ പങ്കെടുക്കുന്നു. ശ്രീ ജോസ്പുരിയുള്ള ആലുമുട്ടി സ്റ്റോഴ്സ്, ശ്രീ ജോഷി ടെക്സ്റ്റൈൽസ് ആയോഗ്, ശ്രീ വിജയനുള്ള നക്ഷത്ര ബേക്കറി ആയോഗ് കൃത്യസമയത്ത് എത്തിച്ചേർന്ന സന്തോഷം സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ മെഗാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായ സംസ്ഥാന ആരാധനായ പ്രസിഡന്റ് ശ്രീ രാജു അപ്സര അവരാണ്. നമ്മുടെ വലിയ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ഈ സമയത്ത് തീർച്ചയായിട്ടും ആരോഗ്യ വ്യാപാരികളൊന്നും നടക്കുക 3 മണിക്ക് നമ്മൾ കടകൾ അടച്ചിട്ടുകൊണ്ട് വ്യാപാരികളുടെ ഏറ്റവും ആയുധങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു പ്രകടനവും പൊതുസമ്മേളനവും ഇവിടെ നടക്കുകയാണ്. നമുക്കറിയാം, ചെറുകിട വ്യാപാരികളെ തകർക്കുന്ന വ്യാപാര നിയമങ്ങളുമായി കേന്ദ്ര ഗവൺമെന്റ് വന്നപ്പോൾ അതിനെതിരെ ചെറുകിട വ്യാപാരികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഈ കൂപ്പൺ നറുക്കെടുപ്പും നമ്മുടെ പ്രിയപ്പെട്ട ഉപഭോക്താക്കൾക്ക് സമ്മാനങ്ങളും നമ്മൾ ഏർപ്പെടുത്തിയത്. നമുക്കറിയാം, കഴിഞ്ഞ 13 ആഴ്ചയിൽ നറുക്കെടുപ്പിൽ നമ്മുടെ നാട്ടിലെ നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനാണ് നമ്മുടെ സമ്മാനങ്ങളൊക്കെ ലഭിച്ചതെന്നുള്ള കാര്യം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. വീക്കിലി നറുക്കെടുപ്പ് കഴിഞ്ഞ 13 ആഴ്ചയായി ഇവിടെ വളരെ വിജയകരമായി നടക്കുകയാണ്. നമുക്കറിയാം, ആരോഗ്യവും നമ്മുടെ പരിസര പ്രദേശത്തിലെ വിശിഷ്ട വ്യക്തികളെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ എല്ലാ ശനിയാഴ്ചയും നമ്മുടെ നറുക്കെടുപ്പ് നടത്തുകയായിരുന്നു. ഈ നറുക്കെടുപ്പിലൂടെ ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളാണ് നമ്മുടെ വ്യാപാര വ്യവസായ ഏകോപനത്തിന്റെ ആയുവിലെയും നമ്മുടെ പരിസര പ്രദേശത്തിലെയും കസ്റ്റമേഴ്സിന് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നടക്കുന്ന അവസാനത്തെ ആഴ്ചയിലെ നറുക്കെടുപ്പാണ് നടക്കുന്നത്. ഇന്നത്തെ നറുക്കെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള വിശിഷ്ട വ്യക്തികളാണ് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ ഈ ടൗൺ മസ്ജിദിലെ മൗലവി ബഷീർ മൗലവി, നമ്മുടെ പ്രിയങ്കരനായ കോഴിക്കൽ ആശ്രമത്തിലെ സ്വാമി സുബ്രഭാരത സ്വാമികൾ, നമ്മുടെ അടുത്ത ഇടവകയായിട്ടുള്ള സെന്റ് ജോർജ് വികാരി ഫാദർ ബിജു എന്നിവരാണ് നമ്മുടെ വിശിഷ്ട വ്യക്തികൾ. നമ്മളെ സംബന്ധിച്ചുള്ള വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, മതമില്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവരും സഹോദരങ്ങളാണ്. രാഷ്ട്രീയത്തിനും മതത്തിനും ഉപരിയായി ഞങ്ങളെല്ലാവരും സേവനത്തോടെ കൊണ്ടുനടക്കുന്ന ഒരു സംഘടനയാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ബൃഹത്തായ സംഘടന. ഈ നമുക്ക് പറയാം, ഈ ലോകത്തിൽ തന്നെ ഏറ്റവും ബൃഹത്തായ ഒരു സംഘടനയാണ് നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ സൂപ്പർ കോർപ്പറേഷൻ.
വ്യക്തികൾ സ്വാമി ഗുരുവാനന്ദ സുഹൃത്തുക്കളാണ് ചട്ടമ്പി സ്വാമി പരമ്പര ഒരു 3 ദിവസമാണ് വിശേഷിച്ചത്. വ്യാപാരികളുടെ ഭാഗത്തു നിന്ന് വിജയ നക്ഷത്ര ബേക്കറി, കോശി ടെക്സ്റ്റൈൽസ്, ജോൺസൺ റൂബി, ജോസ് മറ്റ് വിശിഷ്ട വ്യക്തികൾ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, വനിതാ കമ്മിറ്റിയിലെ അംഗങ്ങൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മളെ അവസാന നറുക്കെടുപ്പാണ്, വീക്കിലി നറുക്കെടുപ്പ് അവസാനത്തെ നറുക്കെടുപ്പാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വ്യാപാരി വ്യവസായ സമിതി നടത്തുന്ന വീക്കിലി നറുക്കെടുപ്പിന്റെ അവസാനത്തെ ആഴ്ചയിൽ നറുക്കെടുപ്പാണ് ഇന്നിവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. കാരണം ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവരും മതങ്ങളും ഒരുപോലെയാണ്, എല്ലാ രാഷ്ട്രീയവുമില്ല, നമുക്ക് എല്ലാവരും ഒരുപോലെ ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് വ്യാപാരി വ്യവസായി സംഘടന. ഞങ്ങൾ ആ തരത്തിൽ ഞങ്ങളുടെ ഇവിടെ എക്സിക്യൂട്ടീവ് കൂടി ആരംഭിച്ചപ്പോൾ നമുക്ക് വിശിഷ്ട വ്യക്തികളായി എല്ലാ മതത്തിൽപ്പെട്ട ഓരോ ആളുകളെ വിളിക്കുന്നതിന് തീരുമാനിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നമ്മുടെ അവസാനത്തെ നറുക്കെടുപ്പ്. നമ്മുടെ തീർച്ചയായിട്ടും നമ്മുടെ കഴിഞ്ഞ കാലം നിന്ന് വ്യത്യസ്തമായി വ്യാപാരികളുടെ സ്നേഹവും സന്തോഷവും ഒക്കെ പങ്കുവെക്കുന്ന നമ്മുടെ 3 നേതാക്കന്മാരാണ്, മത നേതാക്കന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ കഴിഞ്ഞ ആഴ്ചകളിൽ 13 ആഴ്ചയിലും വളരെ സത്യസന്ധമായി സന്തോഷത്തോടുകൂടി നമ്മളെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് വളരെ നല്ല രീതിയിൽ നറുക്കെടുപ്പ് നടക്കുകയും എല്ലാവർക്കും കൃത്യസമയത്ത് തന്നെ സമ്മാനങ്ങൾ കൊടുക്കുവാനും വ്യാപാരി വ്യവസായ ചെയ്യുന്ന ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2ാം സമ്മാനം ഒരു റെഫ്രിജറേറ്ററാണ്, 3ാം സമ്മാനം വാഷിംഗ് മെഷീൻ, 4ാം സമ്മാനം അലമാര, 5ാം സമ്മാനം ഒരു സ്മാർട്ട് ഫോൺ. അതുപോലെ അനവധി പ്രോത്സാഹന സമ്മാനങ്ങൾ അന്ന് നമ്മൾ നൽകുകയാണ്, വ്യാഴാഴ്ച നൽകുകയാണ്. തീർച്ചയായിട്ടും വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷമാണ് നമുക്ക് ആയൂരിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. ഞാൻ പറയട്ടെ, ഞാൻ പലപ്പോഴും നമ്മുടെ ജില്ലയിൽ തന്നെ പലരും നമ്മുടെ ഈ സമ്മാന ദാനങ്ങളൊക്കെ ഫേസ്ബുക്ക് വഴിയും സോഷ്യൽ മീഡിയ വഴിയും പോകുമ്പോൾ നമ്മുടെ ഈ നറുക്കെടുപ്പിന്റെ പല ഘട്ടങ്ങളെ പറ്റി ചോദിച്ച് മനസ്സിലാക്കുന്നതിനും അതുവഴി നമ്മുടെ ഈ നറുക്കെടുപ്പ് കൊല്ലം ജില്ലയിലല്ല കേരളം ഒട്ടാകെ നമ്മുടെ വ്യാപാരി വ്യവസായ ഏകോപന യൂണിറ്റിനോ നടപ്പിലാക്കുന്നതിന് പ്രിയപ്പെട്ട വ്യാപാരികൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ തീർച്ചയായും നമുക്ക് അഭിമാനത്തോട് പറയാം, ഒരു ആശങ്കയുടെ അടിസ്ഥാനമില്ലാതെ വളരെ കൃത്യമായി നമുക്ക് ഈ പരിപാടി ഗംഭീരമായി നടത്തുവാൻ കഴിഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട ആയൂരിലെ പ്രിയപ്പെട്ട വ്യാപാരികളുടെ ഏറ്റവും നല്ല ഒരു സഹകരണത്തോടുകൂടിയാണ് നമ്മൾ നടത്തി ഉപയോഗിപ്പിക്കുവാൻ കഴിഞ്ഞത് എന്നുള്ള ചാരിതാർത്ഥ്യത്തോടുകൂടി ഞാൻ ഓർക്കുകയാണ്. തീർച്ചയായിട്ടും ആ കാര്യത്തിലൊക്കെ ഇടപെട്ട നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ വ്യാപാരി സുഹൃത്തുക്കൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നതോടൊപ്പം നമ്മുടെ അവസാനത്തെ നറുക്കെടുപ്പ് വരുന്ന വ്യാഴാഴ്ച അമ്പാടി ആഴ്ചയെടുപ്പ് നടക്കുമ്പോൾ നമ്മുടെ പ്രിയങ്കരനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് അപ്സര ആയൂർ എത്തിച്ചേരുമ്പോൾ ചരിത്രം ഉണർന്ന ആയൂരിന്റെ മണ്ണിൽ ഏറ്റവും നല്ല ഒരു സമ്മേളനവും ഒരു വ്യാപാരികളുടെ പ്രകടനവുമായി കാഴ്ചവെച്ചു. അതുവഴി വ്യാപാരികളുടെ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയൊരു കൂട്ടായ്മയുടെ വിജയത്തെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. നമുക്കറിയാം, ഇതുമായി കമ്മിറ്റി കൂടി ആലോചിച്ചപ്പോഴേ നമ്മളെപ്പോഴും ആയുർ ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ ഇങ്ങനെ ബുള്ളറ്റിൽ ഇങ്ങനെ പോകുന്നു. നമുക്കറിയാം, കൃത്യസമയത്ത് പങ്കെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന് ഈ ആയുർ വ്യാപാര വ്യവസായ എല്ലാ സ്വാഗതം ആശംസിക്കുന്നു.
അടുത്തായി നമുക്ക് സാധനം ആശംസിക്കാറുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട മൗലവിയാണ്. ആയൂർ ടൗൺ മസ്ജിദ് മൗലവി മുഹമ്മദ് ബഷീർ അവர்களാണ്. നമുക്കറിയാം, ആയൂരിൽ നമ്മൾ രാവിലെ 5 മണിക്ക് ഞാൻ പലപ്പോഴും ഇവിടെ നടക്കാൻ വരുമ്പോഴും പ്രിയപ്പെട്ട മൗലവി ഇവിടെ വരും, ഞങ്ങൾ അങ്ങനെ കാണും. അതുപോലെ വൈകിട്ടും 5 മണിക്ക് കൃത്യമായി എത്തിച്ചേർന്ന് വലിയൊരു സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നു. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഉസ്താദെ ഒരു പരിപാടികൾ തീർച്ചയായിട്ടും എത്തിച്ചേരും, ആയുള്ള പരിപാടി കൃത്യസമയത്ത് തന്നെയാണ് എത്തിച്ചേർന്നു. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട മൗലവിയോടുള്ള സ്നേഹവും സഹായവും ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ചിന്മയ മിഷൻ ബ്രഹ്മശ്രീ സുഗോസ്വാമി എന്റെ ഒരു സുഹൃത്തു കൂടിയാണ് സ്വാമി. എനിക്ക് 2 സുഹൃത്തുക്കൾ. ഒന്ന് നമ്മുടെ ജയനേന്ദ്ര സ്വാമി ചടങ്ങുള്ളത്. ജയനേന്ദ്ര സ്വാമി ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ വിളിച്ചപ്പോൾ തട്ട ആശ്രമത്തിലാണെന്ന് പറയുകയും അത് കഴിഞ്ഞ് എനിക്ക് ഈ നമ്മുടെ ഉമ്മാൻ സ്വാമിയുടെ നമ്പർ എനിക്ക് അദ്ദേഹം തരികയും അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സ്വാമിയെ ഇന്നലെ ബന്ധപ്പെട്ടപ്പോൾ കൃത്യമായി ഫോൺ എടുത്തുകൊണ്ട് എന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് കൊടിയായിട്ട് എനിക്കറിയാം, ഞാൻ തീർച്ചയായിട്ടും എത്തിച്ചേരുമെന്ന് പറഞ്ഞുകൊണ്ട് കൃത്യസമയം 4:30 തന്നെ സ്വാമിയോട് എത്തിച്ചേർന്നു. നമുക്കറിയാം, ചിന്മയാനന്ദ സ്വാമികളിൽ നമുക്കറിയാം പല സ്ഥലങ്ങളിൽ പല തലത്തിലിരിക്കുന്ന പ്രിയപ്പെട്ട സ്വാമി ചട്ടമ്പേരി സ്വാമി പരമ്പരകളിൽ കൂടുതൽപ്പെട്ട നമ്മുടെ പേരുകളായ സ്വാമിയാണ് നമ്മുടെ ഭഗവാന്റെ സ്വാമി. നമ്മുടെ ആയുർവേദ പല സമ്മേളനങ്ങളിലൂടെ എത്തിച്ചേർന്നു. എനിക്ക് തോന്നുന്നത് ഞാൻ സ്വാമിയായ ഒരു യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. എനിക്ക് ഏതോ പള്ളിയുടെ ഒരു യോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രഭാഷണത്തിനാണ് സ്വാമി എത്തിച്ചേർന്നത്. ആ സ്വാമിയുടെ ആ സമ്മേളനം സ്വാമിയെ ആയുർ വ്യാപാരി സേവനത്തിനുള്ള ആത്മമായ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കാനുള്ള നമ്മുടെ വ്യാപാരി സുഹൃത്തുക്കളാണ്. 3 സുഹൃത്തുക്കളായിട്ടുള്ള ശ്രീ വിജയപിള്ള നക്ഷത്ര പേരിൽ നമുക്കറിയാം, കഴിഞ്ഞ 30 വർഷമായി ആയൂർ മറ്റേ മാർക്കറ്റിംഗ് സമയം ബേക്കറി നടത്തുന്ന ആളാണ്. തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ വിജയപിള്ള അവരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ജോൺസ് റൂബി. നമുക്കറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആയൂർ കോശി ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനവുമായി നമ്മോടൊപ്പം പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ആളാണ് ശ്രീ ജോൺസ് റൂബി. ജോൺസ് റൂബിയെ നമ്മുടെ ഈ സംഘടനയുടെ ഈ പ്രകടനത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ശ്രീ ജോസ് കുറുകൾ ആരും പരിചയപ്പെടുന്ന കാര്യമില്ല. നമ്മുടെ അഞ്ചൽ റോഡിൽ നമ്മൾ പണ്ട് ബസ്സുകാർ നടത്തുന്നത് അദ്ദേഹത്തിന്റെ പിതാവ് വ്യാപാരം നടത്തുന്നതിനിടയിൽ മുമ്പിലായിരുന്നു ആലുമുണ്ട് സ്റ്റോർ. മരണശേഷം ആ ബിസിനസ് ഏറ്റെടുത്തുകൊണ്ട് ശ്രീ ജോസ് കുറുവിള ആലുമുണ്ട് സ്റ്റോഴ്സ് എന്നുള്ള ആ ഒഴിവ് കൂടുതൽ കട ഇപ്പോൾ നടത്തുകയാണ്. തീർച്ചയായും നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രിയങ്കരനായ വ്യാപാരിയാണ് ആയൂരിലെ. എല്ലാവരും പ്രിയങ്കരാണ്. തീർച്ചയായിട്ടും ഈ ജോസ് കുറുവിള ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം നമ്മുടെ പരിപാടികളെ അംഗങ്ങളാണ്. നമ്മുടെ എല്ലാ പരിപാടികളും കൃത്യസമയത്ത് തന്നെ എത്തിയിട്ടുണ്ട്. നമ്മുടെ സമ്മേളനത്തിന് വളരെ കൃത്യമായി ചിട്ടയോടുകൂടി പ്രവർത്തിക്കുന്ന വല്ലാമെങ്കിൽ ഓരോ അംഗങ്ങളെയും ഹാർദവമായി സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് എത്തിയിട്ടുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങൾ വ്യാപാരി സുഹൃത്തുക്കളാണ്. നമുക്കറിയാം, നമ്മുടെ വ്യാപാരി സുഹൃത്തുക്കളെ വ്യാപാരി വ്യവസായ ഓഫീസുകളോട് എല്ലാ പരിപാടികളും കൃത്യമായി ഏറ്റെടുത്തുകൊണ്ട് വളരെ സജീവമായി ഈ നേതൃത്വത്തോടൊപ്പം പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട വിലപ്പെട്ട എല്ലാ വ്യാപാരി സുഹൃത്തുക്കളെയും ഈ സമ്മേളനത്തിലെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ മീഡിയയുടെ ശ്രീ രാജേഷ്, ശ്രീ ടി രാജു, അതുപോലെ തന്നെ ഈ സ്ഥലം നമ്മളറിയാം, ഇപ്പോൾ കോടതിയുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഓർഡർ മൂലം നമുക്ക് റോഡുകളിൽ പാതയോരത്തും സമ്മേളനങ്ങൾ നടത്താൻ സാധിക്കുകയില്ല. കൃത്യമായി കഴിഞ്ഞ 13 ആഴ്ചയിലും നമ്മുടെ ഈ കടയുടെ ഫ്രണ്ട് ഭാഗം ഏറ്റവും ഹൃദയമായ ഭാഗം വ്യാപാരം മാറ്റി വെച്ചുകൊണ്ട് നമ്മളോടൊപ്പം നിൽക്കുന്ന പ്രിയപ്പെട്ട ജയരാജാണ്. ജയരാജ് ഞാൻ എന്ന് പറഞ്ഞ ജയരാജ് ഭോഗൻ നമ്മുടെ അവസാനത്തെ മീറ്റിംഗാണ്. തീർച്ചയായിട്ടും നമ്മുടെ പ്രിയ സഹോദരൻ, നമ്മുടെ ഏറ്റവും പ്രിയനായ ശ്രീ ജയരാജൻ കൂടിയിരിക്കുന്ന വ്യാപാരി സുഹൃത്തുക്കൾ എല്ലാവരും സംഘടനയ്ക്ക് വേണ്ടി വളരെയധികം വിലപ്പെട്ട സംഭാവനകൾ ചെയ്യുന്നവരാണ്. എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്ന വ്യാപാരികൾ സുഹൃത്തുക്കൾ, ഇതിൽ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് കൂടുതലുണ്ട്, അല്ലാത്ത വ്യാപാരികളുണ്ട്. എല്ലാവർക്കും അങ്ങേയറ്റം നന്ദിയുണ്ട്. ഞാൻ ഈ അടുത്ത ഘട്ടം എന്ന് പറയുമ്പോൾ ആശംസ അറിയിക്കാനായിട്ട് ഫാദർ ബിജു പ്രധാൻ വിളിക്കുകയാണ്. പ്രിയപ്പെട്ട
ധർമ്മശ്രീ സ്വരൂപ സ്വാമി മൗലവി മുഹമ്മദ് ബഷീർ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഷുക്കൂർ വെട്ടുക്കര, സെക്രട്ടറി പ്രസാദ് കോടിയോട്ട്, ട്രഷറർ വിൽസൺ മാത്യു, ജോസ് കുരുള. ഓൺലൈൻ വ്യാപാരം കൂടുതലായി നമ്മുടെ ഇടയിൽ കടന്നു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ആയുർ പ്രദേശത്തുള്ള വ്യാപാരികളെ സംരക്ഷിക്കുന്നതിന് അവരുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി വ്യാപാര ഉത്സവം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത് ഏറ്റവും അനുഗ്രഹപൂർണമായി കാണുകയാണ്. ഇവിടെ നിൽക്കുന്ന പലരും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ നാട്ടുകാരും എൻ്റെ അയൽക്കാരും കുടുംബക്കാരും അതോടൊപ്പം ഇടവക്കാരും ഒക്കെയുള്ള ഒരുമിച്ച് കൂടിയത് എല്ലാവിധമായ അഭിനന്ദനവും സമയം അറിയിക്കട്ടെ. പരസ്പരം സ്നേഹിക്കുന്നവരും സേവന മനോഭാവമുള്ളവരുമായി തീരുവാൻ വ്യാപാരികളുടെ പ്രവർത്തനങ്ങൾ മഹാതരമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ നാടിന്റെ വിജയത്തിനും പുരോഗതിക്കും നീതിപരമായ ഒരു മുതൽക്കൂട്ടായി തീരുവാൻ ഈ വ്യാപാരോത്സവവും അതിൽ ഭാഗമാകുന്ന എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. എല്ലാവിധമായ നന്മകളും ഈ സന്ദർഭത്തിൽ നേരുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഫോൺ ആക്റ്റീവ് ബഷീർ ഉസ്താദ് ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ആദരണീയരായ വിശിഷ്ട അതിഥികൾ, നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടുകൂടെ എത്തിയ അച്ഛൻ, അതുപോലെ സ്വാമി, മറ്റ് ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റ് ഇതിൻ്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട സുഹൃത്തുക്കളെ, വലിയ മഹത്തായ ഒരു പരിപാടിയാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. എല്ലാ പ്രദേശങ്ങളിലും ഇതുപോലെ വ്യാപാര വ്യവസായി ഏകോപന സമിതിയുടെ കമ്മിറ്റിയും സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ പരിസരങ്ങളിൽ എവിടെ നോക്കിയാലും കാണാൻ കഴിയാത്ത ഒരു അത്ഭുതകരമായ, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടുത്തെ വ്യാപാര വ്യവസായികൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് കിട്ടുന്ന തുച്ഛമായ ലാഭം പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് അവർക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ വിഹിതം ജനങ്ങൾക്ക് കൂടുതൽ കൂടുതൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ഈ സമ്മാന പദ്ധതി അവസാനിപ്പിക്കാതെ ഇനിയും തുടർന്ന് മുമ്പോട്ട് പോകണമെന്നാണ് അഭിപ്രായം. കാരണം ജനങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇതുപോലെയുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പരിപാടികൾ ഇനിയും മുന്നോട്ട് വയ്ക്കാനുള്ള എല്ലാവിധ സന്മനസ്സും എല്ലാവിധ അവസരങ്ങളും ഈ വ്യാപാര വ്യവസായി ഏകോപന സമിതി അംഗങ്ങൾക്കും അതിനെ സഹായിക്കുവാൻ, അതിനെ പ്രോത്സാഹനം ചെയ്യുവാനുള്ള മനസ്സ് ഈ ആയൂർ നിവാസികളായ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. പ്രിയ ബഷീർ ഉസ്താദ്, ഈ ഞങ്ങളിത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ വ്യാപാരോത്സവം. നമ്മൾ മെഗാ കഴിഞ്ഞിട്ട് കാര്യങ്ങൾ വിലയിരുത്തിയിട്ട് ഇത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. ഉസ്താദിൻ്റെ ഉപദേശത്തിന് അങ്ങേയറ്റം നന്ദിയുണ്ട്. അടുത്തായി ആശംസ അറിയിക്കുന്നുണ്ട് ബ്രഹ്മസ്വരൂപ സ്വാമി, ചട്ടമ്പിസ്വാമി പരമ്പര ക്ഷണിക്കുകയാണ്. സർവചരാചരപരിപാടി പ്രകാശിക്കുന്ന സത്യസ്വരൂപം ഞങ്ങൾ നമസ്കാരം ചെയ്തുകൊണ്ട് നമ്മുടെ ആരോഗ്യ വ്യാപാരി വ്യവസായ സമൂഹം ഇത് കരുതി പറഞ്ഞാൽ അവർ തെറ്റിദ്ധരിക്കപ്പെട്ടവരാണ്. എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതക്രമത്തിൽ വ്യാപാരി വ്യവസായികൾ ചെയ്യുന്ന ഉപകാരപ്രദമായ ധാർമ്മികമായ ജീവിതക്രമം നയിക്കുന്ന ധാരാളം വ്യവസായികൾ വ്യാപാരികളുണ്ട്. നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ കണക്കനുസരിച്ച് പരിശോധിച്ച ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ധനം ടാക്സായിട്ട് നൽകുന്ന ആൾക്കാരാരാന്ന് വെച്ചാൽ വ്യാപാര വ്യവസായികളാണ്.
നമുക്കുള്ള ധൈര്യം അവർ ചെയ്യുന്ന ഉപകാരങ്ങൾ. ഞാൻ തന്നെ വ്യാപാര വ്യവസായികളെന്ന് പറയുന്നത് ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്ത് കടക്കാരനാണ്. അദ്ദേഹം ഒരു പലചരക്ക് വ്യാപാരിയാണ്. അദ്ദേഹം ചെയ്യുന്ന ഉപകാരം ഞാൻ ആലോചിക്കും. ദൈനംദിനം ഓരോ നിമിഷവും സ്വജീവിതത്തെ ധാർമ്മികമായ മാർഗത്തിൽ ഉപയോഗിച്ച് കിട്ടുന്ന ധനം അന്യത്തിന് പ്രയോജനപ്പെടുത്തക്കവണ്ണം രാജ്യത്തിന് പ്രയോജനപ്പെടുത്തക്കവണ്ണം പങ്കെടുക്കാൻ പാടില്ലെന്നാണെങ്കിലും സ്നേഹത്തോടുകൂടി അവർ ചെയ്യുന്ന ഉപകാരങ്ങൾ പലപ്പോഴും നമുക്ക് സ്മരിക്കേണ്ടതുണ്ട്. അവർ ചെയ്യുന്ന ഉപകാരങ്ങൾ സമൂഹത്തിൽ നമുക്ക് സ്മരിക്കേണ്ടതുണ്ട്. അവരുടെ അധ്വാനത്തിൻ്റെ ഭാരം നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ വ്യാപകമായി സഞ്ചരിക്കുന്നുണ്ട്. നാനാതരത്തിൽ അവർ കൊടുക്കുന്ന ടാക്സ്, അവർ കൊടുക്കുന്ന സംഭാവനകൾ പരിശോധിച്ച് നോക്കണം. ഇവിടുത്തെ എല്ലാ പ്രസ്ഥാനങ്ങളും വ്യാപാരികളെ ചെയ്യുന്നവരാണ്. ആ ഒരു സന്ദർഭത്തിൽ നമ്മുടെ നാട്ടിൽ ഈ ഇങ്ങനെയുള്ള ധന്യമായ നിമിഷം അന്യർക്ക് ഉപകാരപ്പെടുത്തക്ക രീതിയിലും അവരെ ആർജിക്കത്തക്ക രീതിയിലും തൻ്റെ ജീവിതക്രമത്തെ ചിട്ടപ്പെടുത്തത്തക്ക രീതിയിലും തന്നെ സമീപിക്കുന്നതുകൊണ്ട് ഉപഭോക്താവിനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് മറ്റു കാര്യമാണ്. കാര്യം എന്തൊക്കെയാണ് പരിശോധിച്ച് ചെല്ലുമ്പോൾ ദൈനംദിനം അവരുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ പല ആവശ്യങ്ങൾക്ക് സമീപിക്കുകയാണ്. ആ സമീപിക്കുന്ന സന്ദർഭത്തിൽ അവരോട് മാന്യമായി പെരുമാറുവാനും അവർക്ക് ആശ്വാസം കൊടുക്കുവാനും നമ്മുടെ നാടിൻ്റെ സമ്പദ്ഘടനയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അത് ഉയർത്തിക്കൊണ്ടുവരുന്ന വ്യാപാര വ്യവസായികൾ, അച്ചടക്ക തൊഴിൽ പ്രവർത്തനത്തിലെ വ്യാപാര വ്യവസായികൾ ഈശ്വരന്മാരാണ്. അവരെ നമസ്കരിക്കേണ്ടവരാണ്. എന്തുകൊണ്ടാണ് അവരെ കൂടി ധാരാളം കർമ്മം അവരുടെ അധ്വാനത്തിൽ കൂടി നമുക്ക് ലഭിക്കുന്നു. ആ ഭാഗം നമുക്ക് വളരെയേറെ ശ്രദ്ധയോടുകൂടി സ്മരണയോടുകൂടി നന്ദിയോടുകൂടി സ്മരിക്കുന്നതിനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ തെറ്റുകളും കുറ്റങ്ങളും അവരുടെ മുഖതാപിൽ പറയുവാൻ നമ്മുടെ ഉപഭോക്താക്കളെന്നുള്ള നിലയിൽ നമ്മുടെ പരാതികൾ നേരിട്ട് പറയുവാൻ ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉള്ളവരാണ്. അതുകൊണ്ട് ഈ സ്വാമി എന്നുള്ള നിലയിൽ ഞാനിവിടെ പങ്കെടുത്ത് അവരെ സ്നേഹമായി ശ്രമിക്കുന്നു. പലപ്പോഴും ഈ റെഡിക്കാറ്റുള്ള ആളുകൾ എന്നെ സഹായിക്കുന്നതൊക്കെ വ്യവസായികളാണ്. അവരെ ഞാൻ ആലോചിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. എനിക്കപ്പോൾ ആഹാരം കഴിക്കണം. ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആളാണ്. പലപ്പോഴും മാസങ്ങളോളം അവർ തമ്മിലുള്ള സാഹചര്യത്തിന് പൈസ മനസ്സിൽ കൊടുക്കാണ്. അപ്പോൾ അത് ഓർക്കണ്ടേ, ആ സംസ്കാരത്തെ നമ്മൾ മാനിക്കണം. ആ മാന്യതുകൊണ്ടാണ് ഒരു സന്യാസം മാനിപ്പിക്കുന്ന ഞാൻ ഈ സന്യരായ ജനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വ്യാപകമായിട്ട് കടന്നുള്ള ലോകം അശാന്തി നിറഞ്ഞതാണ്. അവിടെ കൃത്യനിഷ്ഠയോടെ രാവിലെ മുതൽ വൈകിട്ട് വരെ കൃത്യനിഷ്ഠയോടെ അവിടെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുകയും അവിടെ വരുന്നത് നാനാതരത്തിലുള്ള വ്യവസായികൾ എന്തെങ്കിലും വരും. അതുകൊണ്ട് ഞാനീ പറഞ്ഞത് നമ്മുടെ വളരെയേറെ ശ്രദ്ധയോടുകൂടി ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ്. നമ്മുടെ സമ്പദ്ഘടനയെ നിലനിർത്തുന്നവരാണ്. അവരെ എന്തെങ്കിലും തെറ്റുപറ്റിയാൽ സ്നേഹത്തോടെ ഉപദേശിക്കേണ്ടവരാണ്. അവർക്ക് നിർദ്ദേശം കൊടുക്കേണ്ടവരാണ്. ആ നിലപാടിൽ കൂടി അവർക്ക് ക്ഷേമൈശ്വര്യങ്ങൾ നടത്തുന്നത് നമ്മുടെ സമൂഹത്തിൽ ക്ഷേമവും ഐശ്വര്യവും സമാധാനവും അവരുടെ ധനത്തിൽ കൂടി നമുക്ക് മനസ്സിലായി സാധിക്കും. എനിക്ക് ഉദാഹരണത്തിന് ഞാൻ പറയാം. വളരെയേറെ ആവൽക്കട്ടകളിൽ സാമ്പത്തികമായി വളരെ വിഷമിച്ചു നിൽക്കുമ്പോൾ ധനപരമായി ഉയർത്തിനിൽക്കുന്ന ബന്ധുമിത്രാദികളുള്ളപ്പോൾ എന്നെ സഹായിച്ചിട്ടുള്ളത് വ്യാപാരി വ്യവസായികൾ പലരുമാണ്. എൻ്റെ ആവശ്യങ്ങൾ പലരും നേടി തന്നിട്ടുണ്ട്. അവരുടെ അധ്വാനത്തിൻ്റെ അതുകൊണ്ട് അവരോട് പ്രോത്സാഹനപരമായ ഐശ്വര്യം അവർക്ക് വാഗ്ദാനം ചെയ്യുവാൻ പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് സർവവിധമായ തന്മനോഭാവത്തോടെ പ്രപഞ്ചത്തിൽ ജീവിക്കുവാൻ അവർക്ക് സർവശക്തൻ അനുവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. മാത്രമല്ല തിരിച്ച് ഉപഭോക്താക്കളായ നിങ്ങളിൽ ശാന്തി സമാധാനം ലഭിക്കുവാനും ഒരു കരുതലായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ ആര്യ വ്യാപാര വ്യവസായി സമൂഹത്തിൻ്റെ മുമ്പിൽ നമസ്കാരത്തോടെ ഈശ്വരസ്മരണയോടെ നിങ്ങൾക്ക് ഉന്നതമായിട്ടുള്ള നിങ്ങളുടെ പ്രവർത്തന മണ്ഡലം ശാശ്വതമായ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് അവരുടെ മംഗളങ്ങളുണ്ട്. സ്വാമി വളരെ നല്ല ഒരു സന്ദേശമാണ് നമുക്ക് തന്നിരിക്കുന്നത്. പ്രിയമുള്ള ഒരു കാര്യം നിങ്ങളെ ഞാൻ
ഓർപ്പിക്കാനാണ് പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ സ്വാമികൾ ഇവിടെ സംസാരിച്ചത് വളരെ ദീർഘമായി തീർച്ചയായിട്ടും അറിവിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ വയനാട് കുടുംബവുമായി സംബന്ധിച്ച് ഇവിടെ നമ്മളെ 85ഓളം വ്യാപാരികൾ ഈ വയനാട് ദുരന്തത്തിൽ അവരുടെ ജീവിതവും ബന്ധപ്പെടുകയും അവരുടെ ജീവനാംശം നഷ്ടപ്പെട്ടപ്പോൾ കേരളത്തിലെ പ്രിയപ്പെട്ട വ്യാപാരികൾ സ്വരൂപിച്ച 20 കോടി രൂപ 20 കോടി ആരോഗ്യം നിന്നും 1 ലക്ഷം രൂപ വയനാട് ദുരന്തവുമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട വ്യാപാരികളിൽ നമുക്ക് നൽകുകയുണ്ടായി. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് 20 കോടി രൂപ വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന ബൃഹത്തായ സംഘടന വയനാട്ടിലെ വീടുകളും കടകളും നഷ്ടപ്പെട്ട ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിനും ആശംസ അറിയിക്കുന്നതിനായി ജോസുകളെ ക്ഷണിക്കുന്നു. വ്യാപാരോത്സവത്തിന് എല്ലാവിധ പിന്തുണയും ആശംസയും നേർന്നുകൊണ്ട് നമ്മുടെ അതിഥി നക്ഷത്ര ബേക്കേഴ്സ് ഉടമ വിജയത്തിലെ ക്ഷണിക്കുകയാണ്. ഈ വ്യാപാരോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യാപാര സംഘടനകളും ഈ വ്യാപാരത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മുടെ വ്യാപാരി അതിഥി ബ്ലോക്ക് സെക്രട്ടറിയാണ്. പ്രോഗ്രാം ഞാറുകെടുപ്പാണ്. അതിലേക്ക് പ്രിയപ്പെട്ട ബ്രാഹ്മണ ക്ഷണിക്കുകയാണ്. ആദ്യ ഞാറുകെടുപ്പ് നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട അച്ഛൻ ബിജു അച്ഛൻ നിർവഹിക്കുകയാണ് ആദ്യ നറുക്കെടുപ്പ്. ഉണ്ണികൃഷ്ണനുടെയാണ് ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. തങ്കച്ചന്റെ മുട്ടക്കട, അത് തീർച്ചയായിട്ടും സന്തോഷത്തോട് പറയുന്നത്. മുട്ടക്കട തങ്കച്ചാന്റെ കടയിൽ നിന്ന് മുട്ട വാങ്ങി ഉണ്ണികൃഷ്ണനാണ് ഒന്നാം സമ്മാനം ലഭിക്കുന്നത്. ഒരു ഡിന്നർ സെറ്റാണ്, ഗവൺമെന്റ് നൽകുന്ന ഒരു ഡിന്നർ സെറ്റാണ് ഒന്നാം സമ്മാനം. രണ്ടാം സമ്മാനം നറുക്കെടുക്കുകയാണ് പ്രിയപ്പെട്ട സ്വാമി ക്ഷണിക്കുന്നത്. ശ്രീകുമാറിനാണ് രണ്ടാം സമ്മാനം. ശ്രീകുമാർ ആയൂരാണ് തേജസ് കോക്കനട്ട്. മൂന്നാം സമ്മാനം വിഷു മോഹൻ മൂന്നാം സമ്മാനത്തിന് നൽകുന്നത്. അൻഷാദാണ് മൂന്നാം സമ്മാനം. കടയുടെ പേര് അൻഷാദ്. മൂന്നാം സമ്മാനം ഒരു ഗിഫ്റ്റ് വൗച്ചറാണ്. ഈ ഗിഫ്റ്റ് വൗച്ചർ നൽകുന്നത് 4 സ്റ്റോഴ്സ് ഫോൺ വേൾഡിൽ നിന്നാണ് നമുക്ക് മൂന്നാം സമ്മാനം. ഫോൺ വേൾഡ് മൊബൈൽസിൽ നിന്നാണ് മൂന്നാം സമ്മാനം ഇവിടെ ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിലെ സമ്മാനങ്ങൾ വിതരണം ചെയ്തതിനു വേണ്ടി ഒന്നാം സമ്മാനം ആതിര ചന്ദ്രൻ, ഒന്നാം സമ്മാനം ഡിന്നർ സെറ്റ്. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് നൽകുന്ന ഒരു ഡിന്നർ സെറ്റ് സമ്മാനമായി കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ 3 വിശിഷ്ട വ്യക്തികളെ ക്ഷണിക്കുന്നു. പേര് പറ. ആതിരാചന്ദ്രൻ ഭീമാ ജില്ലയിൽ നിന്നും സ്വർണം വാങ്ങിയ ആതിരാചന്ദ്രനാണ് ഒന്നാം സമ്മാനം. സമ്മാനം സ്വാമികളും അച്ഛൻ പ്രിയപ്പെട്ട മൗലവും കൂടി കൈമാറി എഴുന്നേണ്ടിരിക്കുന്നു. സ്വാമി, നമ്മുടെ എലവി സൂപ്പർ മാർക്കറ്റ് നടക്കുന്ന ഒരു ലാഭപ്പല സെറ്റാണ് ഒന്നാം സമ്മാനം. രണ്ടാം സമ്മാനം ഇവിടെ ഒരു പോക്കറ്റ് റെഡിമെയ്ഡ്സ് നൽകുന്ന ഒരു റൈസ് കുക്കറാണ്. സ്റ്റീലിന്റെ റൈസ് കുക്കർ. തങ്കമണി എവിടുന്ന സാധനം ഇടയുടെ പേര്
ദീൻ ബേക്കറിയിൽ നിന്ന് സാധനം വാങ്ങിയ മുതലാളി വേണ്ടോ? ദീൻ ബേക്കറി മുതലാളി കടന്നു വന്നു. ഇങ്ങോട്ട് വരണം. ദീൻ ബേക്കറി ശ്രീ സലാഹുദ്ദീന്റെ കടയിൽ നിന്നും സാധനം വാങ്ങിയ കസ്റ്റമറിനാണ്, നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമറിന് ഈ സമ്മാനം കൈമാറുന്നത്. അടുത്തായി ഒരു ലിറ്റിൽ ഫ്ലവർ ശ്രീ ജോർജ് സീലിംഗ് ഫാൻ സമ്മാനം പേര് പറ മഞ്ജു. മഞ്ജു ഇവിടെ എത്തിയിട്ടുണ്ടോ? മഞ്ജു കൂപ്പൺ നമ്പർ 6647 കൂപ്പൺ നമ്പർ. മഞ്ജു എത്തിയിട്ടില്ല. മഞ്ജുവിനെ അറിയിച്ചിരുന്നു വരാമെന്നിരുന്നതാണ്. മഞ്ജു എത്തിയില്ല. അടുത്ത ആഴ്ചയിൽ ഈ വരുന്ന വ്യാഴാഴ്ച നടക്കുന്ന വരാൻ നടക്കുന്ന മഞ്ജു ആണോ? മഞ്ജു എത്തിയിട്ടുണ്ട്. മഞ്ജു ഓടി വരുന്നു. മഞ്ജുവിനെ വിളിച്ചു. മഞ്ജു കൊടുത്ത് തമിഴയുടെ വരാമെന്നായിട്ട് മഞ്ജു എത്തിയതേ ഉള്ളൂ. മഞ്ജു സമാനം റാമി ഉസ്താദ് അച്ഛനും ഉസ്താദിന്റെ കൈമാറി. യുവർക്ക് സമയമുണ്ട്. യുവർക്കാണ് സമ്മാനം നന്ദി പറയുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ശ്രീ തോമസ് കോശേഷൻ. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പ്രസിഡന്റ് ഷുക്കൂർ തോട്ടുങ്കര, മറ്റു വിശിഷ്ട വ്യക്തികളെ ഇന്ന് 13ാമത്തെ നറുക്കെടുപ്പ് ഇവിടെ നടക്കുകയാണ്, നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ സമ്മാനം അടുത്ത ബുധനാഴ്ച പൊതുസമ്മേളനത്തിൽ വെച്ച് വിതരണം ചെയ്യുന്നതായിരിക്കും. അടുത്ത വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്ക് ആമ്പാടി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന മഹാസമ്മേളനത്തിൽ വെച്ച് ഇന്നത്തെ സമ്മാനങ്ങൾ അവിടെ വിതരണം ചെയ്യുന്നതായിരിക്കും. ഇന്ന് ഇവിടെ ഈ നറുക്കെടുപ്പിൽ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ബിജു എബ്രഹാം അച്ഛൻ പലവിധമായ തിരക്കുകൾക്കിടയിലും ഇവിടെ എത്തിച്ചേർന്ന് നല്ലൊരു പ്രഭാഷണം നൽകി ഈ നറുക്കെടുപ്പിനെ അനുഗ്രഹീതമായി നടത്തിയ അച്ഛനോടുള്ള നന്ദി സ്നേഹവും അത് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പേരിലും വ്യക്തിപരമായ പേരിലും അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്നിവിടെ എത്തിച്ചേർന്ന മൗലവി മുഹമ്മദ് ബഷീർ അവർ സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നു. ഇതിന് അനുഗ്രഹകരമായി പ്രഭാഷണം നടത്തി നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്തു. അദ്ദേഹത്തോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നിവിടെ തിരക്കുകൾക്കിടയിൽ എത്തിച്ചേർന്ന ബ്രഹ്മശ്രീ ചിന്മയാനന്ദ സ്വരൂപ സ്വാമി അവർ അദ്ദേഹത്തോടും ആയൂർ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ എത്തിച്ചേർന്ന എല്ലാ വ്യാപാരി സുഹൃത്തുക്കളോടും അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരോടും അതുപോലെ നമുക്ക് ഇന്ന് ഇതിനിവിടെ ഒരു അവസരം ഒരുക്കി തന്ന നമ്മുടെ ജയരാജ് അവരോടും അതുപോലെ എത്തിച്ചേർന്ന എല്ലാ ബംഗ്ലാവിംഗ് അംഗങ്ങളോടുമുള്ള നന്ദിയും സ്നേഹവും ആയൂർ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പേരിലും വ്യക്തിപരമായ പേരിലും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.